മുത്തശ്ശി. ചന്തു വാ മോനെ. വിനയം വന്ന സമയത്ത് ഇറങ്ങിപ്പോയിട്ട് പിന്നെ നിന്നെ കണ്ടതേ ഇല്ലല്ലോ. കുറച്ച് പണിത്തിരക്കുണ്ടായിരുന്നു മുത്തശ്ശി. അല്ല, നമ്മുടെ നീലണ്ട മാഷവിടെ ഒന്ന് വിളിക്കാമോ? ആളെ ആ കദളിക്കേ വളമിടാൻ പറമ്പിലേക്ക് ഇറങ്ങിയിരിക്ക. ദേ മോൻ നിക്ക്, ഞാൻ വിളിച്ചോണ്ട് വരാം. മുത്തശ്ശി ഇവിടെ നിൽക്കുന്നേ, ഞാൻ പോവാം. പറമ്പിലെ കുണ്ടിലും കുഴിയിലൊക്കെ ചാടി ഇറങ്ങി എന്റെ കാലിനൊക്കെ ഒരു വ്യായാമമാണല്ലോ. നീലകണ്ഠ മാഷെ ഞാൻ തന്നെ പോയി വിളിച്ചോളാം. ഹലോ മാഡം, ദേ ഇടയ്ക്കൊക്കെ നമ്മുടെയും കൂടെ സെൽഫി ഒക്കെ ഒന്ന് എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്. നമ്മളും ഒന്ന് വൈറലാവട്ടെന്നേ. ശരി, ദേ മാഷെത്തി. എവിടെ? മുത്തശ്ശ. മുത്തശ്ശ. ചന്തു, നിന്റെ വണ്ടിയുടെ ശബ്ദം ഞാൻ ആ പറമ്പിൽ നിന്ന് കേട്ടു. വണ്ടി എടുക്കാതെ വന്നാലും ഇവന്റെ മണമടിച്ച മാഷ് ഓടിപ്പാഞ്ഞു വരുമെന്ന് ആർക്കാ അറിയാത്തത്? അത് നേരാ ഭാഗി. ചന്തു വന്ന ഇവിടെ ഒരു പ്രത്യേക ഉണർവല്ലേ. എന്താടാ ഇപ്പൊ പണി കളഞ്ഞിട്ട് വന്നത്? കാര്യമുണ്ട്, മാഷിങ് വന്നേ. എന്താടാ കാര്യം? കാര്യമുണ്ട് മാഷെ, ഇതങ്ങ് പിടിച്ചേ. എന്താ ഇത്? ആശുപത്രിയിൽ വിനയേട്ടന്റെ ബില്ലടയ്ക്കാനുള്ള മുഴുവൻ കാശ് ഇതിലുണ്ട്. 1.5 ലക്ഷം രൂപ. എടാ, ഇത്രയും കാശ് നീ എങ്ങനെ ഉണ്ടാക്കിയേ? എന്റെ മുത്തശ്ശി, നമ്മുടെ പോക്കറ്റിൽ നയാ പൈസ ഇല്ലെങ്കിലും നമ്മുടെ ചുറ്റുള്ള മനുഷ്യന്മാരുടെ കയ്യിലും കാതിലും പോക്കറ്റിലും പെട്ടിയിലും ബാങ്കിലും ലോക്കറിലൊക്കെ ആയി കാശിങ്ങനെ കുമിഞ്ഞുകൂടി ഇരിക്കുമല്ലേ. നമുക്കൊരത്യാവശ്യം വരുമ്പോ അതിൽ നിന്ന് കുറച്ചിങ്ങെടുത്ത് ഒന്ന് റോൾ ചെയ്യും. കാശ് കയ്യിൽ വരുമ്പോ അതങ്ങ് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഈ ലോകത്തിന്റെ കറക്കം തന്നെ. ആരുടെയൊക്കെ കൈയും കാലും പിടിച്ചാ നീ ഇത്രയും കാശുണ്ടാക്കി? അങ്ങനെയൊന്നുമില്ല മാഷെ, ഇതങ്ങ് പിടിച്ചേ. വിനയേട്ടനെ ചികിത്സിച്ച കാശിനു വേണ്ടി ആരും ഈ വീടിന്റെ മുറ്റത്ത് വന്നിനി വിനയേട്ടനെ അപമാനിക്കരുത്. നിങ്ങൾ ആരും സങ്കടപ്പെടാൻ ഇനി ഇടവരരുത്. മാഷെ, ഇന്ന് തന്നെ ആശുപത്രിയിൽ ബില്ലടിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം, കേട്ടല്ലോ? എന്റെ കുഞ്ഞെ, നീ ഈ കുടുംബത്തിൽ വന്ന് പിറന്നില്ലല്ലോ. എന്റെ മുത്തശ്ശി, ഞാനിവിടെ ജനിച്ചില്ലെങ്കിലും ഞാനിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നിങ്ങളുടെയൊക്കെ കൂടെ തന്നെ ഉണ്ടല്ലോ, അല്ലേ മാഷെ? കരയല്ലേ മുത്തശ്ശി?